ബ്രഹ്മമുഹൂർത്തത്തിന് മുൻപ് ഉണർന്ന് ശരീരം ശുദ്ധിയാക്കി നിലവിളക്ക് കൊളുത്തി നാമം ജപിക്കുന്നതിലൂടെ നമ്മുടെ കുടുംബത്തുണ്ടാകുന്നത് സർവ്വ ഐശ്വര്യമാണ്. ഈ രീതിയിൽ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. പല ആളുകൾക്കും ഉള്ള സംശയമാണ്, ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കണമോ, അതേപോലെ കുളിക്കാതെ വിളക്ക് കൊളുത്തിയാൽ എന്തെങ്കിലും ദോഷമുണ്ടോ? ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷമുണ്ടോ, മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് വിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിന് 1 മണിക്കൂർ 36 മിനിറ്റ് മുൻപാണ് തുടങ്ങുന്നത്. ആ സമയത്ത് തുടങ്ങി പിന്നീടുള്ള 48 മിനിറ്റത്തേക്കാണ് ബ്രഹ്മമുഹൂർത്ത സമയം നീണ്ടു നിൽക്കുന്നത്. ഈ സമയത്താണ് നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ സൂര്യോദയ സമയം വ്യത്യാസപ്പെട്ടു വരുന്നത് കൊണ്ട് തന്നെ ബ്രഹ്മമുഹൂർത്ത സമയവും വ്യത്യാസപ്പെട്ടു വരും. അപ്പോൾ ഒരു ഏകദേശം 4:30ക്കും 5:30ക്കും ഇടയ്ക്കായിട്ട് ബ്രഹ്മമുഹൂർത്തം ഉണ്ട് എന്ന് കരുതി നമ്മൾ നിലവിളക്ക് കൊളുത്താവുന്നതാണ്. മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഒരു 4:30ക്കും 5:15നും ഒക്കെ ഇടയ്ക്കായിരിക്കും ബ്രഹ്മമുഹൂർത്ത സമയം ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 4:45 ആ സമയത്തൊക്കെ വിളക്ക് തെളിയിക്കുകയാണെങ്കിൽ ആ ബ്രഹ്മമുഹൂർത്ത സമയത്ത് തന്നെ തെളിയിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഈ വിളക്ക് തെളിയിക്കുമ്പോൾ നമ്മൾ രാവിലെ ഉണർന്ന ശരീരമൊക്കെ ശുദ്ധിയാക്കിയതിനു ശേഷം വീടും പരിസരവും ഒന്നും വൃത്തിയാക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ തലേ ദിവസം തന്നെ അതൊക്കെ ചെയ്തു വെക്കേണ്ടതാണ്. നമ്മൾ നിലവിളക്കൊക്കെ നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി ആ വിളക്കിരിക്കുന്ന ഭാഗമൊക്കെ നന്നായിട്ട് തുടച്ച് അവിടെയുള്ള ആ ഒരു പൊടിയെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ തലേ ദിവസം ഉറങ്ങാനായിട്ട്. അപ്പോൾ എല്ലാം നമ്മൾ അടുക്കും ചിട്ടയോടും കൂടി വെച്ച് രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വിളക്ക് കൊളുത്തുന്ന സമയത്ത് എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് പ്രാർത്ഥനയോടുകൂടി ആ ഒരു വിളക്ക് തെളിയിക്കാവുന്നതാണ്. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് വന്ന് നമ്മൾ വൃത്തിയാക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതേപോലെ തന്നെ കുളിച്ചിട്ട് വേണോ വിളക്ക് കത്തിക്കാൻ എന്നൊരു സംശയം ചില ആളുകൾക്കുണ്ട്. കുളിച്ചിട്ട് നിലവിളക്ക് കത്തിക്കുന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. കാരണം ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്നത് നമ്മുടെ മനസ്സിനൊരു സുഖമാണ്, ഒരു സന്തോഷമാണ്. അപ്പൊ നമ്മൾ രാവിലെ ഒന്ന് എഴുന്നേറ്റ് കുളിച്ച് ആ ഒരു ഏറ്റവും ശുദ്ധിയോടുകൂടി ആ ഒരു വായുവൊക്കെ നമ്മളിങ്ങനെ ശ്വസിച്ച് ആ ഓക്സിജനൊക്കെ നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് നമ്മളങ്ങനെ നാമം ജപിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മളങ്ങനെ ശ്വാസമൊക്കെ അകത്തേക്ക് ആവശ്യത്തിലേറെ എടുത്ത് നമ്മുടെ ശരീരം ഇങ്ങനെ ഉണർന്നു വരുന്ന ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ആ ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ കുളിച്ചു വന്നിരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. എന്നിരുന്നാലും ചില സമയങ്ങളിൽ ചില ആളുകൾക്ക് രാവിലെ കുളിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ പ്രായമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് തണുപ്പ്, വാദം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ കുളിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും മരുന്നൊക്കെ കഴിക്കുന്ന ആളുകൾ, അലർജി പോലെയുള്ള പ്രശ്നമൊക്കെ ഉള്ളവർക്കൊന്നും കുളിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ കുളിച്ചിട്ട് വിളക്ക് കത്തിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അവർ കാലും കൈയും മുഖവും ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി ശരീരത്തിൽ കുറച്ച് വെള്ളമൊക്കെ തളിച്ച് നമ്മൾ ഇട്ടിരിക്കുന്ന കിടന്നുറങ്ങിയ ആ വസ്ത്രം മാറി നമ്മൾ അലക്കി മടക്കി വെച്ചിരിക്കുന്ന പുതിയ വസ്ത്രമൊക്കെ എടുത്ത് ധരിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് രാവിലെ കുളിക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് കാലും കൈയും കഴുകി ആ ഉറങ്ങി എഴുന്നേറ്റ് വന്ന അതേ ഡ്രസ്സോടുകൂടി വിളക്ക് കത്തിക്കാൻ പാടില്ല. നമ്മൾ ആ ഒരു ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം വേണം വിളക്ക് കത്തിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ കുടുംബജീവിതം നയിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അശുദ്ധി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് രാവിലെ കുളിക്കാതെ ഒരു കാരണവശാലും വിളക്ക് കത്തിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ശരീരം കുളിച്ച് വൃത്തിയാക്കി വേഷമൊക്കെ മാറി പുതിയ ഡ്രസ്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അലക്കി മടക്കി വെച്ചിരിക്കുന്ന ആ ഒരു വസ്ത്രമൊക്കെ ധരിച്ച് ഏറ്റവും ശുദ്ധമായിട്ടുള്ള രീതിയിൽ നമ്മൾ ആ ഒരു വിളക്ക് തെളിയിക്കേണ്ടതാണ്. അപ്പോൾ അടുത്തതായിട്ടുള്ള ഒരു സംശയം, വിളക്ക് നമ്മൾ കൊളുത്തുമ്പോൾ ചില ദിവസങ്ങളിലൊക്കെ മുടങ്ങിയെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ദോഷമുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ എല്ലാ ദിവസവും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് വിളക്ക് കൊളുത്തുമ്പോൾ അവിടെ ഒരു പ്രത്യേക ചൈതന്യമാണ് ഉണ്ടാവുന്നത്. അവിടെ ഒരു പോസിറ്റീവ് എനർജി സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥലമായിരിക്കും നമ്മൾ സ്ഥിരമായിട്ട് വിളക്ക് കത്തിക്കുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്.
എന്നിരുന്നാലും നമ്മൾ സ്ത്രീകളാണ് വിളക്ക് കത്തിക്കുന്നതെങ്കിൽ നമുക്ക് അശുദ്ധിയുള്ള ആ ഒരു 7 ദിവസം നമുക്ക് വിളക്ക് കത്തിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമ്മൾ ആ ദിവസങ്ങളിൽ വിളക്ക് കത്തിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പവുമില്ല. നമുക്ക് വിളക്ക് കത്തിച്ചില്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് എഴുന്നേൽക്കുന്നതും കുളിക്കുന്നതും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒരു 6-7 ദിവസമൊക്കെ ചെയ്യാതിരുന്നാൽ പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്ത് വരാനായിട്ട് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം. അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും ഉണർന്ന് ശീലിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നിലവിളക്ക് കൊളുത്തിയില്ല എങ്കിലും നമുക്ക് മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നാമം ജപിക്കുന്നതിന് ഒന്നും ബുദ്ധിമുട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇതൊന്നും അല്ല, ചില ദിവസങ്ങളിൽ ഉറങ്ങിപ്പോയി, നമുക്ക് ആ കറക്റ്റ് സമയത്ത് എഴുന്നേക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളുള്ള ദിവസം നമുക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പവുമില്ല. നമുക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ വിളക്ക് കത്തിച്ച് നമുക്ക് നാമം ജപിക്കാവുന്നതാണ്. വിളക്ക് ഇടയ്ക്ക് ഒരു ദിവസം മുടങ്ങിപ്പോയി എന്ന് വിചാരിച്ചും ദോഷമില്ല. നമ്മൾ അതേക്കുറിച്ച് ഓർത്ത് ഒത്തിരി അങ്ങോട്ട് മനസ്സ് വേദനിപ്പിക്കേണ്ട ആവശ്യമില്ല. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ പിന്നീട് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു വിളക്ക് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നെയ്വിളക്ക് തെളിയിക്കുന്നത് വളരെ ശ്രേഷ്ഠതയാണ് എന്ന് പറയപ്പെടുന്നു. അപ്പൊ നമ്മുടെ കുടുംബത്ത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നെയ്വിളക്ക് കത്തിച്ച് നാമം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠതയാണ് എന്ന് പറയപ്പെടുന്നു. അപ്പം നെയ്വിളക്ക് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ നല്ല നെയ്യ് കിട്ടാനില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണ് എങ്കിൽ നെയ്വിളക്ക് തന്നെ കത്തിക്കണം എന്ന് നിർബന്ധമില്ല. നമുക്ക് നല്ല എള്ളെണ്ണ കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കാം, അല്ലെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിച്ച് വിളക്ക് കത്തിക്കാം. ഇതൊക്കെ ശ്രേഷ്ഠതയുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ഏറ്റവും ശുദ്ധിയോടും വൃത്തിയോടും കൂടി വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ രാവിലെ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുമ്പോൾ കുറച്ച് പൂക്കളൊക്കെ ഇട്ട് അലങ്കരിച്ച് തുളസിയില അങ്ങനെയൊക്കെ എടുത്ത് നമ്മൾ ആ ഒരു വിളക്കിന് ചുറ്റും ഒക്കെ വെച്ച് നമ്മൾ തിരി കൊളുത്തുകയാണെങ്കിൽ അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അപ്പൊ ആ ഒരു നിലവിളക്കിന് ചുറ്റും ആ ഒരു പൂക്കളും അതേപോലെ തന്നെ തുളസിയിലയും ഒക്കെ ഇട്ട് ആ ഒരു കത്തുന്ന നിലവിളക്ക് നമ്മൾ അതിന് നടുക്ക് വെച്ച് കത്തിക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു വിളക്ക് കത്തിക്കുന്നതിന്റെ ആ ഒരു ചൂടിൽ ആ ഒരു പൂവിൽ നിന്നും ഒക്കെ കിട്ടുന്ന ആ ഒരു സുഗന്ധമൊക്കെ നമ്മുടെ കുടുംബത്ത് നിറയുമ്പോഴെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ കുടുംബത്തുണ്ടാവും, ഒരു സുഗന്ധം പരക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെയാണ് നമ്മുടെ കുടുംബത്ത് ആ ഒരു സൗരഭ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചതിന് ശേഷം പറ്റുവാണെങ്കിൽ രാവിലെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഇഷ്ട ദൈവത്തിന്റെ അല്ലെങ്കിൽ ഇഷ്ട ദേവന്റെ നാമങ്ങൾ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അന്നത്തെ ദിവസം നമുക്ക് തുടങ്ങാവുന്നതാണ്. എത്ര നേരം നാമം ജപിക്കണം എന്നും ഏതെല്ലാം നാമം ജപിക്കണം എന്നൊക്കെ അത് ഓരോ ഭക്തരുടെ മനസ്സാണ്. നമ്മുടെ ഇഷ്ടം ഉള്ള രീതിയിലുള്ള നാമജപം ആ സമയത്ത് നടത്തുക. നമ്മുടെ മനസ്സിന്റെ സന്തോഷമാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ആ ഒരു നമ്മുടെ മനസ്സിന് സന്തോഷമായി സംതൃപ്തിയായി എന്ന് തോന്നുന്നവരെ നമ്മൾ നാമം ജപിക്കുക. അപ്പോൾ അത് എത്ര സമയമായാലും അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും സന്തോഷം നൽകാൻ വേണ്ടിയിട്ടും കൂടെയാണ്. നമ്മുടെ കുടുംബത്ത് ഐശ്വര്യം ഉണ്ടാവുക, ശ്രേഷ്ഠത വർദ്ധിക്കുക, നമ്മുടെ കുടുംബത്ത് സമ്പന്നത ഉണ്ടാവുക, അതുപോലെ തന്നെ സമ്പത്ത് വർദ്ധിക്കുക, ഇതൊക്കെ ഈ ഒരു നമ്മൾ നാമം ജപിക്കുന്നതിലൂടെയും വിളക്ക് വെക്കുന്നതിലൂടെയും നമ്മുടെ കുടുംബത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതിനേക്കാളൊക്കെ മേലെയാണ് നമുക്ക് രാവിലെ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. ആ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിന് മുമ്പ് ഉണരണമെന്നും ആ സമയത്ത് നമ്മൾ കുളിക്കണമെന്നും നമ്മുടെ ശരീരം ആയിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഊർജ്ജം എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് ഏറ്റവും ശുദ്ധതയോടുകൂടി തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുകയും നമുക്ക് പൂർണ്ണ ആരോഗ്യത്തോടെയും പൂർണ്ണ മനസ്സന്തോഷത്തോടെയും പൂർണ്ണ ഊർജ്ജസ്വലതയോടും കൂടി ജീവിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. നമുക്കറിയാം, ആദ്യം എഴുന്നേൽക്കുന്ന 1, 2, 3 ദിവസങ്ങളിലൊക്കെ ശരീരത്തിന് ചെറിയ ക്ഷീണങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടായേക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പിന്നീട് കുറച്ച് ദിവസം അത് അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ രാവിലെ നമുക്ക് എഴുന്നേക്കാതിരിക്കാൻ പറ്റാതെ വരും, കുളിക്കാതിരിക്കാൻ പറ്റാതെ വരും, നാമം ജപിക്കാതിരിക്കാൻ പറ്റാതെ വരും. അതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു ശീലങ്ങളായി മാറിക്കോളും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ തുടങ്ങാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് അങ്ങ് മാറ്റി വെച്ചിട്ട് ഞാൻ ഇന്ന് മുതൽ തുടങ്ങും, അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ എന്തായാലും രാവിലെ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുമെന്ന് മനസ്സിലുറച്ച് ഒരു 3-4 ദിവസം കുറച്ച് മനസ്സിനെ ഒന്ന് പേടിപ്പിച്ച് നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ എഴുന്നേറ്റ് നോക്കുക.
പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ആ ഒരു സന്തോഷം കിട്ടുന്നത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ അങ്ങ് എഴുന്നേറ്റ് പോകും, അറിയാതെ തന്നെ ഈ കാര്യങ്ങളെല്ലാം, ഈ ചിട്ടകളെല്ലാം നമ്മൾ ചെയ്തു പോകും. അപ്പോൾ ഇതുവരെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ തുടങ്ങാത്ത ആളുകളെല്ലാം ഇനി തീർച്ചയായിട്ടും എഴുന്നേൽക്കാനൊന്ന് ശ്രമിച്ചു നോക്കുക. എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും അടുത്ത് തന്നെ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.